Hi, welcome to GMW Effect YouTube channel. Proposition എന്താന്ന് നമുക്ക് നോക്കാം. Proposition is the declarative sentence that is either true or false. അപ്പോൾ declarative sentence that is either true or false ഇതാണ് proposition എന്ന് പറയുന്നത്. Proposition എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് സത്യമോ അസത്യമോ ആകാം. സ്പഷ്ടമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇവിടെ നോക്കുക. ഫസ്റ്റ് വൺ, ട്രിവാൻഡ്രം ഈസ് ദ ക്യാപിറ്റൽ ഓഫ് കേരള. ഇത് നമുക്കറിയാം. ട്രിവാൻഡ്രം ഈസ് ദ ക്യാപിറ്റൽ ഓഫ് കേരള അല്ലെ. കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരമാണെന്ന് നമുക്കറിയാം. പിന്നെ അതുപോലെ 2+5 ഈസ് ഈക്വൽ ടു 7. അതായത് 5ഉം 2ഉം കൂട്ടിയാൽ 7 ആണെന്ന് നമുക്കറിയാം. അടുത്തത് 2 ഈസ് ഈവൻ നമ്പർ. 2 എന്ന് പറയുന്ന ഒരു ഇരട്ട സംഖ്യയാണ്. അത് നമുക്ക് അറിയാം. കറക്റ്റ് ആയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അപ്പൊ ഇനി ഫോർത്ത് വൺ നോക്കുക. 2+5 ഈസ് ഈക്വൽ ടു 10. അത് തെറ്റാ അല്ലെ. 5ഉം 2ഉം കൂടെ കൂട്ടിയാൽ 10 അല്ല 7 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ട്രൂവോ ഫോൾസോ ആവാം. പറയുന്നത് സത്യമോ മിഥ്യയോ ആവാം. പക്ഷെ അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. നമുക്ക് ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. അത് ട്രൂ അല്ലെങ്കിൽ ഇതിനൊരു ട്രൂത്ത് വാല്യൂ ഉള്ളതാണ്. അതായത് പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതാണ്. പ്രൊപ്പോസിഷൻ ഈസ് ദ ഡിക്ലറേറ്റീവ് സെന്റൻസ് ദാറ്റ് ഈസ് ഐദർ ട്രൂ ഓർ ഫോൾസ് ബട്ട് നോട്ട് ബോത്ത്. രണ്ടും കൂടെ ആവത്തില്ല. ട്രിവാൻഡ്രം ഈസ് ദ ക്യാപിറ്റൽ ഓഫ് കേരള എന്ന് ഉള്ള കാര്യം സത്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. 2+5 ഈസ് ഈക്വൽ ടു 7 എന്ന് ഒരാൾ ചിന്തിക്കുവാണ് ഇത് ശരിയാണെന്നും മറ്റൊരാൾ തെറ്റാന്നും തോന്നിയാൽ അല്ലെ. അതായത് ഒരേ സമയം ട്രൂവും ഫോൾസും ആകത്തില്ല. പക്ഷെ എന്താണ്, ഇത് ഒന്നുകിൽ ട്രൂ ആവാം അല്ലെങ്കിൽ ഫോൾസ് ആകാം. ഈ പറഞ്ഞ പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്. ആക്ച്വലി അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്. ദാറ്റ് ഈസ് ഐദർ ട്രൂ ഓർ ഫോൾസ്. അതാണ് പ്രൊപ്പോസിഷൻ. ഈ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നതിന് എക്സാമ്പിൾ ആണ് ട്രിവാൻഡ്രം ഈസ് ദ ക്യാപിറ്റൽ ഓഫ് കേരള. അതുപോലെ 2+5 ഈസ് ഈക്വൽ ടു 7. ഇതൊക്കെ എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ പ്രൊപ്പോസിഷൻ നോക്കിയാൽ നമുക്കറിയാം ആദ്യത്തെ 3 ട്രൂ ആണ് അല്ലെ. ട്രൂ ആണ്. അതേസമയം നാലാമത് പറഞ്ഞ എന്താണ്, ഫോൾസ് ആണ് അല്ലെ. അപ്പൊ തെറ്റായ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ പ്രൊപ്പോസിഷനും എന്തുണ്ടാവും, ട്രൂത്ത് വാല്യൂ കാണും. ഒന്നുകിൽ ഇത് ശരിയാവാം അല്ലെങ്കിൽ തെറ്റാവാം. അപ്പൊ ഈ ശരിയാണെങ്കിൽ ശരിയോ തെറ്റോ എന്താണ് അതിന്റെ വാല്യൂ, അതിനെയാണ് നമ്മൾ പറയുന്നത് ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ട്രൂത്ത് വാല്യൂ എന്താണ്, ട്രൂത്ത് വാല്യൂ. പ്രൊപ്പോസിഷൻ എന്തുണ്ട്, ട്രൂത്ത് വാല്യൂ ഉണ്ട് അല്ലെ. ഒന്നുകിൽ അത് ട്രൂ ആകാം അല്ലെങ്കിൽ അത് ഫോൾസ് ആകാം. ഒന്നുകിൽ ട്രൂ ആകാം അല്ലെങ്കിൽ അത് ഫോൾസ് ആകാം. ഫോൾസ്. അപ്പൊ ട്രൂ ആണെങ്കിൽ നമ്മൾ അതിന് ട്രൂത്ത് വാല്യൂ ടി എന്ന് കൊടുക്കും. ഫോൾസ് ആണെങ്കിൽ ട്രൂത്ത് വാല്യൂ എഫ് എന്ന് കൊടുക്കും. അപ്പൊ നോക്കിക്കേ, ആദ്യത്തെ സെന്റൻസിന്റെ ട്രൂത്ത് വാല്യൂ എന്താണ്, ട്രിവാൻഡ്രം ഈസ് ദ ക്യാപിറ്റൽ ഓഫ് കേരള അല്ലെ. അപ്പൊ ഇതിന്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് ടി ആണ്. 2+5 ഈസ് ഈക്വൽ ടു 7. അതിന്റെ ട്രൂത്ത് വാല്യൂ എന്താണ്, ടി ആണ്. 2 ഈസ് ഈവൻ നമ്പർ. അതിന്റെ ട്രൂത്ത് വാല്യൂ എന്താണ്, ടി ആണ് അല്ലെ. ഇനി 2+5 ഈസ് ഈക്വൽ ടു 10. അതിന്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് ഫോൾസ് ആണ് അല്ലെ. അപ്പൊ പ്രൊപ്പോസിഷൻ ഈസ് ദ ഡിക്ലറേറ്റീവ് സെന്റൻസ് ദാറ്റ് ഈസ് ഐദർ ട്രൂ ഓർ ഫോൾസ് ബട്ട് നോട്ട് ബോത്ത്. ഇതാണ് പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞ ഡെഫിനിഷൻ. പ്രൊപ്പോസിഷൻ ആണോ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഇതിന് ട്രൂത്ത് വാല്യൂ ഉണ്ടോ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ നോക്കിക്കേ, വാട്ട് ടൈം ഈസ് ഇറ്റ് എന്നാ പറഞ്ഞേക്കുന്നത് അല്ലെ. അപ്പൊ സമയം ഇപ്പൊ എത്ര ആയി, അതൊരു ക്വസ്റ്റ്യൻ ആണ്. അതൊരു സ്റ്റേറ്റ്മെന്റ് അല്ല അല്ലെ. പ്രൊപ്പോസിഷൻ അല്ല. പ്രൊപ്പോസിഷൻ ആണെങ്കിൽ എന്താണ്, അതിന് കൃത്യമായ ഒരു ട്രൂ ആണോ അല്ലെങ്കിൽ ഫോൾസ് ആണോ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റണം. ഡിക്ലറേറ്റീവ് സെന്റൻസിനെയാണ് നമ്മൾ എന്ത് പറയാ, പ്രൊപ്പോസിഷൻ എന്ന് പറയും. അതേസമയം വാട്ട് ടൈം ഈസ് ഇറ്റ് അതൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ, റീഡ് ദിസ് കെയർഫുള്ളി അല്ലെ. റീഡ് ദിസ് കെയർഫുള്ളി അതൊരു കമാൻഡ് ആണ് അല്ലെ. അതൊരു കമാൻഡ് ആണ്. അതും എന്തല്ല, പ്രൊപ്പോസിഷൻ അല്ല. തേർഡ് വൺ, മൺഡേ ഈസ് ഹോളിഡേ. ആക്ച്വലി ഇതൊരു ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്. മൺഡേ ഈസ് ഹോളിഡേ. അതേസമയം ഇത് പ്രൊപ്പോസിഷൻ ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലെ. കാരണം എന്താണ്, ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ മൺഡേ എന്ന് പറയുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇത് ഹോളിഡേ ആണോ അല്ലയോ എന്ന് പറയുന്നത്. മൺഡേ ഈസ് ഹോളിഡേ എന്ന് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. മൺഡേ ഈസ് ഹോളിഡേ. അപ്പം ഇത് മൺഡേ ഹോളിഡേ ആണോ എന്ന് ആരെ ഡിപ്പെൻഡ് ചെയ്താ പറയുന്നത്, മൺഡേ ഡിപ്പെൻഡ് ചെയ്താ. മൺഡേ ഇപ്പൊ ഒരു ഇൻഡിപെൻഡന്റ് ഡേ ആണെങ്കിൽ നമ്മൾ പറയാം അത് ഹോളിഡേ ആന്ന് പറയും അല്ലെ.
അപ്പോൾ മൺഡേയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്താണ് ഹോളിഡേ ആണോ അല്ലയോ എന്നത്. അത് ജനറൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല മൺഡേ ഈസ് ഹോളിഡേ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇതും ഒരു പ്രൊപ്പോസിഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുക. ആദ്യത്തേതും രണ്ടാമത്തേതും എന്തല്ല, പ്രൊപ്പോസിഷൻ അല്ല. ഈ മൂന്നാമത്തേത് പ്രൊപ്പോസിഷൻ ഡിക്ലറേറ്റീവ് സെന്റൻസ് ഒക്കെ തന്നെയാണ്. പക്ഷെ ഇതിന് നമുക്കൊരു ട്രൂത്ത് വാല്യൂ പറയാൻ പറ്റത്തില്ല. ട്രൂത്ത് വാല്യൂ ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? മൺഡേയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മൺഡേ എന്ന് പറയുന്ന ഒരു അവധി ദിവസമായിട്ട് വരുവാണ്, ഇൻഡിപെൻഡന്റ് ഡേ അതുപോലെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഹോളിഡേ ആയിട്ട് വരുവാണെങ്കിൽ മാത്രമേ നമുക്ക് മൺഡേ ഒരു ഹോളിഡേ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അടുത്തത് എക്സ് ഈസ് പ്രൈം. എക്സ് ഈസ് പ്രൈം നമ്പർ. നമുക്കറിയാം പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, അതിന് ഘടകങ്ങളൊന്നും ഇല്ലാത്ത അല്ലെ, 1ഉം ആ നമ്പരും മാത്രമേ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളാ അല്ലെ. അപ്പൊ ഈ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഒരു നമ്പർ അല്ല, അതുകൊണ്ട് തന്നെ നമുക്കിത് പ്രൈം നമ്പർ ആണെന്ന് പറയാനായിട്ട് പറ്റത്തില്ല അല്ലെ. ഫോർത്ത് വൺ നോക്കി, ഫിഫ്ത്ത് വൺ എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 5 എന്നാ പറഞ്ഞത്. എക്സ് ആരാന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. അത് എക്സ് ആരാന്ന് പറഞ്ഞിട്ടില്ല. ഇത് ഒരേ സമയം ട്രൂവും ഫോൾസും ആകാം. എക്സിന് 1 കൊടുക്കുവാണെങ്കിൽ എന്ത് പറയും? 1 + 2 ഈസ് ഈക്വൽ ടു 5 എന്ന് പറയും. അപ്പൊ അതൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. 2 ആ കൊടുക്കുന്നെങ്കിൽ 2 + 2 ഈസ് ഈക്വൽ ടു 5 എന്ന് പറയും. അതും ഒരു തെറ്റായ സെന്റൻസ് ആണ്. 3 ആ കൊടുക്കുന്നെങ്കിൽ 3 + 2 ഈസ് ഈക്വൽ ടു 5 എന്ന് പറയും. അത് കറക്റ്റ് ആണ് അല്ലെ. കാരണം എന്താണ്, 3 2 5 ആണ്. അപ്പൊ നോക്കിയേ, ഈ ഒരേ ഒരു സെന്റൻസിന് ട്രൂവും ഫോൾസും ഒരേ സമയം വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് എക്സിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ നമുക്കിത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ഈ കൺസിഡർ ചെയ്ത 5 കാര്യങ്ങളില് 5 കളക്ഷൻ ഓഫ് സെന്റൻസ് നമ്മൾ കൺസിഡർ ചെയ്തു. ആ 5 എണ്ണത്തില് ഫസ്റ്റ് വൺ എന്താണ്, ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് വൺ കമാൻഡ് ആണ്. അതുപോലെ നോക്കുക, അപ്പൊ അത് രണ്ടും അതുകൊണ്ട് എന്തല്ല, പ്രൊപ്പോസിഷൻ അല്ല. തേർഡ് വൺ ഈസ് ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്. പക്ഷെ അത് ട്രൂത്ത്ഫുൾനെസ് അല്ലെങ്കിൽ ഫോൾസിറ്റി ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? മൺഡേ എന്ന് പറയുന്ന പെർട്ടിക്കുലർ മൺഡേയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ മൺഡേ എന്ന് പറയുന്നത് ഒരു റിപ്പബ്ലിക് ഡേയോ ഇൻഡിപെൻഡന്റ് ഡേയോ ഒക്കെ ആവുകയാണെങ്കിൽ ആ സെന്റൻസ് കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അങ്ങനെ പ്രതിപാദിച്ചിട്ടില്ല അല്ലെ. പിന്നെ ഫോർത്തും ഫിഫ്ത്തും നോക്കാം. 4th 5th ഒരു പ്രൊപ്പോസിഷൻ അല്ല, ആണോ? പ്രൊപ്പോസിഷൻ ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്. പക്ഷേ അതിന് ട്രൂ ഓർ ഫോൾസ് എന്ന് പറയുന്ന ട്രൂ ആണോ ഫോൾസ് ആണോ നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ സെന്റൻസ് ഒന്നും എന്തല്ല, പ്രൊപ്പോസിഷൻ അല്ല. അപ്പൊ പ്രൊപ്പോസിഷൻ അല്ലാത്തതിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ആക്ച്വലി പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞാല് ഇസ് എ ഡിക്ലറേറ്റീവ് സെന്റൻസ് ദാറ്റ് ഈസ് ഐദർ ട്രൂ ഓർ ഫോൾസ്. അപ്പൊ ട്രൂ ഓർ ഫോൾസോ ആണ് അല്ലെ. അപ്പൊ പ്രൊപ്പോസിഷൻ അപ്പൊ എന്തുണ്ട്, ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആവാം. അപ്പൊ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ രണ്ടിനും കൂടെ പറയുന്ന പേരാണ് ട്രൂത്ത് വാല്യൂ. ഈ പ്രൊപ്പോസിഷൻ നമുക്ക് തന്നാൽ അതിന്റെ ട്രൂത്ത് വാല്യൂ ഒരുപക്ഷെ അത് ട്രൂ ആവാം അല്ലെങ്കിൽ ഫോൾസ് ആവാം. ട്രൂത്ത്ഫുൾനെസ് അല്ലെങ്കിൽ falsity of the proposition is called എന്താണ്, of a proposition is called truth value. Okay, truth value എന്ന് പറഞ്ഞാൽ എന്താണ്, truthfulness or falsity of